നമസ്കാരം. ഞാൻ ഈ പ്രാവശ്യവും മത്സരരംഗത്തുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലർക്കും പല തെറ്റായ ധാരണയുണ്ട്. ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ സ്ഥാനത്തിന് വേണ്ടി ആർത്തി കാണിക്കണമെന്ന്. എന്നാൽ സത്യത്തിൽ അതല്ല. സ്ഥാനത്തിന് വേണ്ടി ആർത്തി കാണിക്കാത്തവരാണ് സ്ഥാനാർത്ഥികൾ. അതാ ഇത് കണ്ടോ, ഇതൊന്നും കച്ചവടത്തിനുള്ളതല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് ഇത് അത്യന്താപേക്ഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ വീടുകളും വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവിടെ പലവരും ചിലപ്പോൾ നമുക്കൊന്ന് കെട്ടിപ്പിടിക്കേണ്ടി വരും, ക്ഷയിക്കേണ്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരൊന്ന് എടുത്ത് ഉമ്മ വയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള പല സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു വീട്ടിൽ ചെന്നു. അവിടെ എനിക്ക് 6 വോട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓടി ചെന്ന കുട്ടിയെ എടുത്തു. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. ആ കുട്ടി വയറിളകിയ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ കുട്ടിയെ എടുത്ത് വെച്ച് എൻ്റെ ഷർട്ടും മുണ്ടും എല്ലാം നാശമായി. എന്ത് ചെയ്യാനാ? ഞാൻ ഇങ്ങോട്ട് മിണ്ടാതെ പോന്നു. കാരണത്തിന് 6 വോട്ടാണ്. കഴിഞ്ഞ ഇലക്ഷനൊരു സംഭവം ഉണ്ടായി. ഞാനൊരു വീട്ടിൽ കയറി ചെന്നു. എൻ്റെ അനുയായികളുണ്ടായിരുന്നു കൂടെ. ഞാൻ വീട്ടിൽ കയറി ചെന്ന് ഗേറ്റ് തുറന്നിട്ട് കടന്ന് അപ്പം തന്നെ ഒരു പട്ടി ഓടി വരുന്നുണ്ടായി. ആ പട്ടി ഓടി വന്നപ്പോൾ എൻ്റെ അനുയായികളായത് തിരിഞ്ഞോടി. ഞാൻ ഓടുന്നതിന് മുന്നേ ആ പട്ടി എന്നെ കടിച്ച് നാശമാക്കി. ആ പട്ടി എന്നെ എവിടേക്കാണ് കടിച്ചതെന്നുള്ളത് ഇപ്പോൾ എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനൊരു കാര്യം വന്ന് മനസ്സിലാക്കി. കാരണം തന്നെ ആ പട്ടികൾക്ക് എല്ലിനോടല്ല താല്പര്യം, അവർക്ക് മാംസമുള്ള ഭാഗമാണ്. അവരെന്നെ കടിച്ച് പറിച്ചു. എന്ത് ചെയ്യാനാ? ഇതും ഒരു ഇലക്ഷൻ്റെ ഒരു ഭാഗമാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വോട്ടവകാശമുള്ള പെൺകുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ റോട്ടിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ഒരു ചെറുപ്പക്കാരായ ആരെങ്കിലും ആണെങ്കിൽ വന്ന് നിങ്ങളോട് ചോദിക്കും, വയസ്സ് എത്രയായി, പേരെന്താണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പെൺകുട്ടികൾ വിചാരിക്കും കല്യാണാലോചനയായിട്ട് പറഞ്ഞത്. അല്ല, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലിയാണ്. സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ ഒരു ശൈലിയാണത്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഒരു കാര്യം പറയാം. ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് ജനങ്ങൾക്ക് മൊത്തത്തിൽ തീരെ അഭിപ്രായമില്ല. കാരണം അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും മത്സരരംഗത്ത് വരുന്നത് എന്തിനാണ്? ചക്കരകുടത്തിൽ കൈയിട്ട് നിൽക്കാനാണെന്ന്. എന്നാൽ ഞാൻ പറയാണ്, ചക്കരകുടം എന്ന് പറഞ്ഞൊരു കുടം ഇല്ല നമ്മുടെ സംസ്ഥാനത്തില്ല. കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്ത് ഓഫീസുകളോ നിങ്ങളൊന്ന് കയറി നോക്കാം. അവിടെ എവിടെയെങ്കിലും ചക്കരകുടം ഉണ്ടോ? ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടോളൂ. പിന്നെ കേരളത്തിലെ വോട്ടർമാർ പാവങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ വന്ന് അവരോട് വോട്ട് ചോദിക്കും, അവർ വോട്ട് തരും, ഞങ്ങളെ ജയിപ്പിക്കും. ഞങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ അതൊന്നും നടപ്പിലാക്കിയില്ലെങ്കിലും പാവങ്ങളാണ് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മൊത്തം പാവങ്ങളാണ്. അവർ 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ അവരതെല്ലാം മറന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വോട്ടർമാർ പച്ച പാവങ്ങളാണ് ഞങ്ങൾ.